ടൈപ്സ് ഓഫ് റിഹാബിലിറ്റേഷൻ ആ ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. ഫിസിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള റിഹാബിലിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് റിഹാബിലിറ്റേഷൻ? എല്ലാവർക്കും അറിയാം. എന്താണ് റിക്കവറി എന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും. പുനരധിവസിപ്പിക്കുക, അതുപോലെ പുനർനിർമ്മാണം നടത്തുക. Since social, cultural, economic, and political factors provide the contours of a through recovery plan, we could deduce that there are three major types of rehabilitation, namely physical, social, psychological. അപ്പോൾ 3 രീതിയിലുള്ള റിഹാബിലിറ്റേഷനാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ആ 3 ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ, സെക്കൻഡ് വൺ സോഷ്യൽ റിഹാബിലിറ്റേഷൻ, ലാസ്റ്റ് വൺ സൈക്കോളജിക്കൽ റിഹാബിലിറ്റേഷൻ. ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ എന്താണെന്ന് പറയാം. ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാസറ്റ് ഇൻ റിഹാബിലിറ്റേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ റിഹാബിലിറ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ എന്നുള്ള വിഷയം. It includes reconstruction of physical infrastructure such as house, buildings, railways, roads, communication network, water supply, electricity, etc. It also comprises short-term and long-term strategies toward watershed management, canal irrigation, social forestry, crop stabilization, and alternative cropping techniques, job creation, employment generation, and environmental protection. It involves policies for agriculture rehabilitation of artisans and small businessmen, as the rehabilitation of animal husbandry. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ കാര്യങ്ങൾ. ഓക്കെ, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നിന്റെ ഫിസിക്ക് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിന്റെ ശരീരം കൊള്ളാന്നുള്ള അർത്ഥമാണ്. അപ്പം അതുപോലെ ഇവിടെ ഫിസിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്ന എന്താണ് വീടുകൾ, അതുപോലെ ബിൽഡിങ്ങുകൾ, റോഡ്, റെയിൽവേ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഫിസിക്കൽ റിഹാബിലിറ്റേഷനിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇതിൽ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ പുനർനിർമ്മിക്കുന്നത് എന്തൊക്കെയാണ്? ഹൗസ്, ബിൽഡിങ്സ്, റെയിൽവേസ്, റോഡ്സ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, എക്സെട്ര. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫിസിക്കൽ റിഹാബിലിറ്റേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ലോങ് ടേം ആയിട്ടുണ്ട്, ഷോർട്ട് ടേം ആയിട്ടുണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഒരു ചെറിയ കാലത്ത് കൊണ്ട് തീർക്കാൻ പറ്റുന്ന വർക്കുകൾ. അതേപോലെ ലോങ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കാലം നീണ്ടു നിൽക്കുന്ന പണികൾ. ഓക്കെ, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ കനാൽ ഇറിഗേഷൻ, ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സോഷ്യൽ ഫോറസ്ട്രി, സമൂഹത്തിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, അതുപോലെ ഈ ഒരു ഭൂകമ്പം ഉണ്ടായി എല്ലാം തകർന്നു വീണെടുത്ത് അതുപോലെ പരിസ്ഥിതിനെ തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ. ക്രോപ്പ് സ്റ്റെബിലൈസേഷൻ, കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പല കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ ആവുന്നുണ്ടാവാം, അത് സംരക്ഷിക്കുക. പിന്നെ പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ ആളുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ലോങ് ടേം ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ റിഹാബിലിറ്റേഷനിൽ വരുന്ന കാര്യമാണ്. Short-term and long-term physical rehabilitation measures should take in the view of provision for subsidies, farm implements, fertilizers, etc., establishment of seed bank, grain banks, and fodder banks, scope of employment generation, availability of livelihood generation, and alternative technologies. Along with the development of houses and infrastructure, this type of rehabilitation is economic in nature and is broadly geared towards the alternative livelihood approach that can enable the communities to withstand with the disaster aftermath. ഇവിടെ പറയുന്നത് എന്താണ്, ഷോർട്ട് ടേം ലോങ് ടേം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ ഷോർട്ട് ടേം ലോങ് ടേമിനെ നമ്മൾ എന്ത് കൺസെപ്റ്റ് കൂടെ ഏത് രീതിയിൽ കാണണം എന്നാണ് പറയുന്നത്. അതായത് ജനങ്ങൾക്കൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ സബ്സിഡികൾ കൊടുക്കും, അല്ലെ, പല കാര്യങ്ങൾക്ക് സബ്സിഡി കൊടുക്കും. അതുപോലെ ഇപ്പോൾ ഒരു എന്താണ് മണ്ണിടിച്ചിലുണ്ടാവുന്നു, അപ്പോൾ ആ ഏരിയയെ നമ്മൾ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കുക?
മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതുപോലെ തട്ടുതട്ടുകളാക്കി സംരക്ഷിക്കണം അല്ലേ ആ സ്ഥലത്തെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം, ആളുകൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി സബ്സിഡികൾ, ഫാം ഇംപ്ലിമെന്റ്സ്, ഫാം തുടങ്ങാനുള്ള കാര്യങ്ങൾ, വളങ്ങൾ, പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സീഡ് ബാങ്ക്, വിത്ത് സംരക്ഷണ കേന്ദ്രം തുടങ്ങി, ഗ്രെയിൻ ബാങ്ക്, ധാന്യ ശേഖരണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വഴി ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ജീവിത രീതി ദുരന്തത്തിന് ശേഷമായിട്ട് ഉണ്ടാവും. ഡെവലപ്മെന്റൽ മെഷേഴ്സ് ഇൻവോൾവ് എക്സ്പെൻഡിച്ചർ. These relate to the collection of information, hiring of specialist staff, implementation and evaluation of development programs. However, these developmental costs should try to reduce the economic and social and political costs that are likely to be incurred in the event of a disaster. For a systematic and physical rehabilitation plan, the economic environment of a disaster affected area is need to be kept in the view. അപ്പോൾ നമ്മൾ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ആവശ്യം വരും, ഒരുപാട് എഫേർട്ട് ആവശ്യമാണ്. അപ്പോൾ അത് എക്കണോമിക്കലായിട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഒരു ഡെവലപ്മെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കും. ഡെവലപ്മെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ഓരോന്നും പുതിയതായിട്ട് നിർമ്മിക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും ഒരുപാട് ചെലവാണ്. അപ്പം അത് എക്കണോമിക്കലാക്കണം, സാമ്പത്തികപരമായി ലാഭം ഉള്ളതാക്കി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അറ്റൻഷൻ നീഡ്സ് ടു ബി ഗിവൺ ടു ദ ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് ഹൗസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വീട് കെട്ടുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യണം, അടുത്ത തവണ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ തകർന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വീടുകളായിരിക്കണം നിർമ്മിക്കേണ്ടത്. അറ്റൻഷൻ നീഡ്സ് ടു ബി ഗിവൺ ടു ദ disaster resistant house construction. Earthquake resistant buildings must be planned on the sites of hard bedrock. The sites chosen should not to be steep, narrow and clay. എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് വരാൻ പോവാന്ന് വിചാരിക്കും. എർത്ത് പറ്റിയ സ്ഥലമാണ്, എർത്ത് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ബിൽഡിംഗ് കെട്ടുമ്പോൾ എപ്പോഴും പാറ പോലെയുള്ള സ്ഥലങ്ങളെ നോക്കി പണിയേണ്ടതായിട്ടുണ്ട്. കെട്ടുമ്പോൾ തന്നെ അതിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്ഥലം എപ്പോഴും ചെറിയതാവാൻ പാടില്ല, അതുപോലെ ചെളിസ്ഥലം ആവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. They should not be anywhere near the loose sands and heavy faulting areas. Cyclone shelters should not be planned at low elevation land. The lacks of natural outlet to discharge water, land at the foot of slopes should also be avoided in the cyclone resistant housing. To guard the ഇത് ഓരോന്നായിട്ട് പറയാണ്. എർത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കണം സ്ഥലം, എർത്ത് വരുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ പാറകളുടെ മുകളിലൊക്കെ കെട്ടാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ മാത്രമല്ല, എർത്ത് സമയത്തുള്ള വീടുകൾ അത് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വീടുകളായിരിക്കണം കെട്ടേണ്ടത്, ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വീട് കെട്ടണം. അതേപോലെ ഒരു സൈക്ലോൺ ആണ് വരുന്നതെങ്കിൽ ഒരുപാട് താഴ്ത്തി ഒന്നും വീട് കെട്ടാൻ പാടില്ല, മുകളിലായി തന്നെ കെട്ടുക. ഇപ്പൊ ഒരുപാട് മഴ പെയ്യും അല്ലെ സൈക്ലോൺ വരുമ്പോൾ, അപ്പൊ അതിനനുസരിച്ച് വെള്ളം താഴെ ഒഴുകി പോകാൻ രീതിയിൽ നമ്മൾ കമ്പ് കെട്ടിയുള്ള വീടിന്റെ ഒക്കെ ചിത്രം കാണിച്ചാണ്. ആ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കാന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് to guard against landslide, recovery plan should be included planning for houses that are stable and away from the areas of near quarrying activity. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ക്വാറികൾ ഉണ്ടല്ലേ. ക്വാറി എന്ന് പറഞ്ഞാൽ എന്താണ്, പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് എന്തായാലും അവരെ ബാധിക്കും. നമ്മുടെ കേരളത്തിന്റെ മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. എന്താണ്, നമ്മൾക്ക് ഒരുപാട് ക്വാറികളുണ്ട്, അനധികൃതമായിട്ടുള്ള ക്വാറികൾ എന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അത് മണ്ണിനെ ഒരുപാട് ലൂസാക്കും. കാരണം ഈ പാറകൾ പൊട്ടിക്കുന്നത് ബോംബൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റിൽ ആ ഏരിയ തന്നെ അല്ലെ മണ്ണ് തന്നെ ലൂസായിട്ട് പോവാൻ കാരണമാവും. അതുവഴി ഒരു വലിയ മഴ വരുമ്പോൾ എന്താവും, എല്ലാം ഇടിഞ്ഞു തകർന്ന് താഴോട്ട് വീഴും. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിൽ വീട് കെട്ടാതിരിക്കുക. പിന്നെ പറയുന്നത് ഫ്ലഡ് റെസിസ്റ്റന്റ് റീകൺസ്ട്രക്ഷൻ പ്ലാനിങ് മസ്റ്റ് ഫോക്കസ് ഓൺ ഏരിയാസ് ദാറ്റ് ആർ
not low-lying wetlands, lagoon mouths, edges of island, lake, floodplains, downstream banks, and narrow gorges should be avoided. അപ്പോൾ ഒരു ഫ്ലഡ് വരുന്നത് ഇപ്പം നമ്മുടെ നാടിൻ്റെ കാര്യം തന്നെ എടുത്തോളൂ. ഫ്ലഡിൻ്റെ സമയത്ത് വീടുകൾ നിർമ്മിക്കുമ്പോൾ ആ ഏരിയയിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഒരിക്കലും വളരെ താഴ്ത്തി വീട് കെട്ടാൻ പാടില്ല. മാത്രമല്ല വെറ്റ്ലാൻഡ്സ് കൃഷിയിടങ്ങൾ, അതുപോലെ എന്താണ് അഴിമുഖങ്ങൾ, പിന്നെ ഐലൻഡ്സ് ഉണ്ടാവുമല്ലോ ദ്വീപുകളുടെ സൈഡിൽ, പിന്നെ ലേക്ക് തടാകങ്ങളുടെ തീരത്ത്, പിന്നെ ഫ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളിൽ, ഇങ്ങനെയൊന്നും പുഴയുടെ തീരത്ത് ഇങ്ങനെയൊക്കെ വീട് വെക്കുക എന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഫ്ലഡിന്റെ കാര്യത്തിൽ. Rehabilitation and reconstruction package must also incorporate acquisition of land for relocation sites, adherence of land use planning, floodplain zoning, retrofitting or the strengthening of undamaged houses, and construction of model houses. Thus, disaster-resistant house will have to be systematically included in physical rehabilitation plan. It should comprise identification of hazard-prone areas, vulnerability and risk assessment of building, outlining of disaster scenarios, technical guidelines for hazard-resistant construction, and adoption of technical legal regime. അതായത് റീഹാബിലിറ്റേഷൻ എന്നുള്ള പ്രക്രിയയിൽ റീഹാബിലിറ്റേഷനോ റീകൺസ്ട്രക്ഷൻ എന്നുള്ള പ്രക്രിയയിൽ ഈ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക, പിന്നെ ഫ്ലഡ് വരുന്ന ഏരിയകളെ കുറിച്ച് മാപ്പ് ഉണ്ടാക്കുക, സോണാക്കി മാറ്റുക, പിന്നെ തകരാത്ത വീടുകൾക്ക് ഉറപ്പ് ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് പറഞ്ഞത് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഫിസിക്കലായിട്ട് നമ്മുടെ ഭൂമിയിൽ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ ഫ്ലഡ് വരുമ്പോൾ എങ്ങനെയാണ്, സൈക്ലോൺ വരുമ്പോൾ എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. അടുത്തത് സോഷ്യൽ റിഹാബിലിറ്റേഷൻ. Social rehabilitation is an important part of disaster recovery, but this dimension is often assumed to be community function and neglected in most post-disaster programs. As we are all we know, the disaster can render some groups such as elderly, often single parent with young children, etc. Much more vulnerable to disaster aftermath due to lack of adequate support. The post-disaster phase, the family support system can break down due to physical and mental trauma resulting from losses and and property, physical dislocation and migration of some members from disaster-affected communities. ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോഷ്യൽ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, അത് നമ്മളെ ഓരോരുത്തരുടെയും മെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് സാമൂഹികപരമായിട്ടുള്ള സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവാം, നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചു പോവാം, ഇല്ലെങ്കിൽ അതുപോലെ മറ്റാർക്കെങ്കിലും സംഭവിക്കാം. ഇതൊക്കെ എന്താണ്, സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതല്ലാണ്ട് അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ട് ഒരു സമൂഹം തന്നെ ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ. അതുപോലെ പിന്നെന്താണ്, മൈഗ്രേഷൻ, ലാർജ് സ്കെയിൽ ഓഫ് മൈഗ്രേഷൻ ഇതുവഴി ഉണ്ടാവാം. ആ സൊസൈറ്റി തന്നെ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. The vulnerable groups would need to special social support to survive the impact of disaster. Thus, construction of infrastructure such as community centers, daycare centers, Anganwadis, Balwadis, old age homes, etc., the vital part of a social rehabilitation. There has to be an adequate provision for building this infrastructure wherever the non-existent or has been destroyed by the disaster. Rehabilitation. The realistic recovery plan has to take note of this and social dimension of the disaster affected area. Much longer to heal. ഇങ്ങനെ ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സപ്പോർട്ട്, ഒരു പ്രത്യേക സ്പെഷ്യൽ സപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ആ ഡിസാസ്റ്റർ കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. സമൂഹത്തിലുള്ള ഓരോരുത്തരും
എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, പലതരത്തിലുള്ള ഓൾഡ് ഏജ് ഹോംസ്, അംഗൻവാടി, ബാൽവാടി, ഡേ കെയർ സെന്റർ അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതുവഴി സമൂഹത്തിൽ ഈ സോഷ്യൽ റീഹാബിലിറ്റേഷൻ നന്നായിട്ട് മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നെ മാത്രമല്ല കിട്ടുമ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളിലും ബിൽഡിംഗ് കിട്ടുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഡിസാസ്റ്ററിന് ശേഷം എന്ത് എന്നുള്ള കാര്യത്തിൽ ഈ സോഷ്യൽ റിഹാബിലിറ്റേഷൻ എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അവസ്ഥ ഇതൊക്കെ വളരെ ഭീകരാണല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ മണ്ണിനടിയിലും വെള്ളത്തിനടിയിലും ആയിപ്പോയി, ഒരാൾ മാത്രം രക്ഷപ്പെട്ട, ഇല്ലെങ്കിൽ അത്രയും കാലം ജീവിച്ച് ഉണ്ടാക്കി വെച്ച സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക, വീട് പോവുക, തൻ്റെ പ്രിയപ്പെട്ടവർ പോവുക, അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് ഈ സൈക്കോളജിക്കൽ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ദുരന്ത മുഖത്തുണ്ടാകുന്ന ഇല്ലെങ്കിൽ ആ ദുരന്തം അനുഭവിക്കുന്ന വിഭാഗത്തിന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ആ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റിനോ ഇല്ലെങ്കിൽ ഈ പൈസ പാസ്സാക്കുന്ന ഗവൺമെന്റിനോ അവിടെ പ്രവർത്തിക്കുന്ന ഏജൻസിക്കോ അത്രത്തോളം മനസ്സിലാവണം എന്നില്ല. അതൊരു ഷോക്ക് പോലെ നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ റിഹാബിലിറ്റേഷൻ, സൈക്കോളജിക്കൽ റിഹാബിലിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്തിരിക്കണം. കാരണം എന്താണ്, ആളുകൾക്ക് കറക്റ്റായിട്ട് അവരെ കൗൺസിലിംഗ് ചെയ്യാതെ, അവർക്ക് വേണ്ട സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താതെ, സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രോഗ്രാംസ് നടത്താതെ ഒരിക്കലും അവർ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് മൈൻഡ് കൊണ്ടുവരില്ല, അല്ലെ, മനസ്സുകൊണ്ട് വരാൻ പറ്റില്ല. No recovery plan can be successful if it does not make cognizance of psychocultural milieu in the affected site. This means it must have to due to respect to the tradition, values, norms and beliefs and practices of disaster affected people. The cultural dimension of recovery plan is most wanting in the area of housing and shelter. As we will read later in this unit, the recovery plan is often drafted and executed at the utter disregard of two basic issues such as availability of water, access to toilets, health, hygiene, privacy of women folk, etc. Housing designs are imposed on victims without taking into consideration their lifestyle, culture, modes, and preference. A good recovery plan must make a note of these factors. ദുരന്തം സംഭവിച്ചു, മരണങ്ങൾ സംഭവിച്ചു. അപ്പൊ അവര് ഓരോ ആൾക്കാരും ഓരോ മതത്തിലും ഓരോ കൾച്ചറിലും വിശ്വസിക്കുന്നവരായിരിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അവരുടേതായ രീതിയിൽ ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗവൺമെന്റ് ആണ്, ഉദ്യോഗസ്ഥരാണെന്ന് കരുതി അവരെ എങ്ങനെ വിടാൻ പാടില്ല. അവരെ അർഹതപ്പെട്ട രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. വെറും ഒരു മരണം കൊണ്ടോ ദുരന്തം കൊണ്ടോ മാത്രമല്ല ഈ ആളുകളുടെ മനസ്സ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തകർന്നു പോകുന്നത്. വേറെന്തൊക്കെയാണ്, അവരുടെ ഇപ്പൊ ഒരു ദുരന്തം സംഭവിച്ച് അവരെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി എന്ന് വിചാരിക്കുക, ടെമ്പററി ഷെൽട്ടറിലേക്ക്. അവിടെ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ, ഹൈജീൻ ആണോ, വൃത്തിയുള്ള സ്ഥലമാണോ, അവിടെ സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടോ, പ്രൈവസി ഉണ്ടോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ വിഷയമായിട്ട് വരും. മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ, കൾച്ചർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു റിക്കവറി പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. For a proper rehabilitation of persons suffering from ill health, there is need for a systematic epidemiological surveillance and nutrition-centered health assessment to monitor the spread of diseases. എന്താ പറയുന്നത്, ഒരു ദുരന്തം നടക്കുന്നിടത്ത് അവരെ റിഹാബിലിറ്റ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഇൽ ഹെൽത്ത് ആയിട്ടുള്ള, അതായത് വളരെ വലിയ രോഗങ്ങളൊക്കെ നേരിടുന്ന ഇല്ലെങ്കിൽ ആളുകളെയൊക്കെ പ്രത്യേക കെയർ കൊടുത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല എപ്പിഡോമോളജിക്കൽ സർവൈലൻസ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ളതിന് വേണ്ടി ഒരു പ്രത്യേക കെയർ തന്നെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കെയർ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ന്യൂട്രീഷൻ സെന്റർ ഹെൽത്ത് അസസ്മെന്റ് ടു മോണിറ്റർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. ആളുകൾക്ക് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ, നല്ല ഫുഡ് കിട്ടുന്നുണ്ടോ, ആരോഗ്യമുള്ള ആൾക്കാരാണോ, ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടാവാം, വയസ്സായവരുണ്ടാവാം, അഡോളസെന്റ് ഏജിലുള്ളവരുണ്ടാവാം, അവർക്കൊക്കെ നല്ല ഫുഡും ഹെൽത്തും കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. A comprehensive health recovery plan should be in place to deal with the
The problems of psychological rehabilitation, physical comfort, and illness could have to multiple psychological repercussions. Besides, the chances of post-traumatic traumatic stress disorder are high in disaster aftermath. Efforts should be made to arrange the crisis of intervention, psychological debriefing, and trauma counseling and panic management. എന്താ പറയുന്നത്, പെട്ടെന്ന് പാനിക് ആവും അല്ലേ ആൾക്കാർ. ഒരു ദുരന്തം സംഭവിച്ചിടത്തുള്ള ആൾക്കാർ പെട്ടെന്ന് പേടിക്കും. അവർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. ഇവരെ ഒരുപാട് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഒരു ഡിസീസായിട്ട് മാറുന്നതിൽ നിന്ന്, ഈ സ്ട്രെസ് എന്നുള്ള പ്രോബ്ലത്തിൽ നിന്നും ഇവരെ രക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വിക്ടിംസ് റെസ്പോൺസ് ടു ഡിസാസ്റ്റർ പാസസ് ത്രൂ വേരിയസ് സ്റ്റേജസ്. അതായത് ഒരു ദുരന്തം നേരിട്ട ഒരാള്, ഒരു ദുരന്തത്തിന്റെ ഇര എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്റ്റേജസുകളൂടെ കൂടിയിട്ടാണ് കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇമ്പാക്ട് അല്ലെ, ഒരു ദുരന്തത്തിന്റെ ഇമ്പാക്ട്, ഇൻവെന്ററി ദാറ്റ് ഫോളോസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിസാസ്റ്റർ ഇവന്റ്, റെസ്പോൺസ്, റിക്കവറി. ഈച്ച് സ്റ്റേജ് ഇവോക്സ് എ ഡിഫറെന്റ് റെസ്പോൺസ്. This disaster managers and rehabilitation workers must understand the psychology of victims at a recovery stage and respond accordingly. The priority needs to be accorded by utilizing human resources from the affected area itself, and only the expert help should be sought from the external source. ദുരന്തത്തിന്റെ പല സ്റ്റെപ്പുകൾ നമുക്കറിയാം അല്ലേ. പ്രിപ്പയർനെസ് ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റിക്കവറി ഉണ്ട്. അപ്പൊ ഈ റെസ്പോൺസും റിക്കവറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമ്മൾ ആ ദുരന്തത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതേപോലെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ പ്രതികരണം എന്താണ്, ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിക്ടിംസിന്റെ, ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആൾക്കാരുടെ സൈക്കോളജി വളരെയധികം മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണ്, ഒരു ദുരന്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് വായി തോന്നിയൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല, അവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തു വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അടുത്ത സെക്ഷനിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് റീഹാബിലിറ്റേഷൻ പറയാം കേട്ടോ.